UDF-ൽ പുതിയൊരു വിവാദത്തിന് ഉടലെടുത്തിരിക്കുകയാണ്. നേരത്തെ തന്നെ ഉണ്ടായതാണ്. കുട്ടനാട് സീറ്റിനെ ചൊല്ലിയുള്ള വിവാദം ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്ന സീറ്റ് പേയ്മെന്റ് സീറ്റാക്കിയെന്ന ആക്ഷേപം പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് നേരത്തെ മുതൽ ഉന്നയിക്കുന്നത്. ഇതിനിടെ കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് വാദിച്ച തനിക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായെന്നാണ് കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഇതോടെ കുട്ടനാട് തർക്കം ഒരു അസാധാരണ തരത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ഇതിനിടെ ഈ സീറ്റ് ചൂണ്ടിക്കാണിച്ച് പണം വാങ്ങിയത് കോൺഗ്രസ് നേതാക്കളാണെന്ന് തിരിച്ചടിക്കുന്നു കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളും. പേയ്മെന്റ് സീറ്റ് വിവാദം മുൻകാലങ്ങളിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഇതൊരു പുതിയ തലത്തിൽ കടക്കുന്നു എന്നതാണ്. കുട്ടനാട് സീറ്റിൽ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ രാഷ്ട്രീയം എന്താണ്, നമുക്ക് വിശദമായി പരിശോധിക്കാം. ശരണ്യ സ്നേഹജനുമൊപ്പം ജി ശ്രീജിത്തുമുണ്ട്. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ, കുട്ടനാട് സീറ്റ് ഒരു പ്രധാനപ്പെട്ട തിരിച്ചുപിടിക്കാൻ കഴിയുന്ന സീറ്റായി UDF കരുതുന്ന സീറ്റാണ്. അവർ കേരള കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങളായ ഇവിടെ ഇടതു വലത് മുന്നണികളിൽ കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്നു. തോമസ് ചാണ്ടിയുടെ വരവോടുകൂടി അത് ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നു. അത് ഒടുവിൽ NCPയുടെ സീറ്റായി ഇടതു മുന്നണിയിൽ തോമസ് ചാണ്ടി നിലനിർത്തുന്നു. ഇതാ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവിടെ MLA ആണ്. പക്ഷേ തിരിച്ചുപിടിക്കാൻ UDF ആവശ്യപ്പെടുമ്പോൾ അത് കേരള കോൺഗ്രസ് മത്സരിച്ച ഒരു നാമമാത്രമായ മത്സരമാണ്. കോൺഗ്രസ് ആവശ്യം വേണമെന്ന് അവരുടെ ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ പേയ്മെന്റ് സീറ്റ് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് അതിൻ്റെ വസ്തുത എത്രമാത്രമാണ്? കാരണം ഇത് സീറ്റ് തിരികെ പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം എന്നതിനപ്പുറം ഇത് എത്ര കണ്ട് ഗൗരവമുള്ളതാണ്? ഇത് ജില്ലയ്ക്കകത്ത് എത്ര വലിയ ഒരു മുന്നണി തർക്കമായി ഈ വിഷയം മാറിയിട്ടുണ്ട്? ഇതിപ്പോ മത്സരത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഇപ്പോൾ UDF-ൽ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ള ഒരാളെ സംബന്ധിച്ച് അഴിമതി ആരോപണങ്ങൾ അടക്കം, അഴിമതിയല്ല മറിച്ച് അദ്ദേഹം ഒരു വ്യവസായിയാണ്. അതായത് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ് ഈ കുട്ടനാട്ടിലെ ഈ സീറ്റ് UDF-ൽ നൽകാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ സീറ്റിലേക്ക് വരുന്ന ആളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ് നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. അത് ആലപ്പുഴയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യവസായിയും പുന്നമടയിലെ റമദ ഹോട്ടലിന്റെ ഉടമയുമായ റെജി ചെറിയാനാണ് ആ സീറ്റിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. റെജി ചെറിയാന്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനു മുൻപ് അയാൾ NCPയുടെ നേതാവായി പെട്ടെന്ന് NCPയുടെ നേതൃതലത്തിലേക്ക് എത്തുകയും അത്തരത്തിൽ NCP കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. അതായത് ഒരു ഘട്ടത്തിൽ തോമസ് കെ തോമസ് NCP വിടും എന്നുള്ള സൂചനകൾ വന്ന സമയത്ത് NCPയിലേക്ക് കടന്നു വരികയും അതിന്റെ ഉന്നത കമ്മിറ്റികളിലേക്ക് എത്തുകയും ചെയ്ത ഒരാളാണ്. പിന്നീട് ഈ മാസങ്ങൾക്ക് മുമ്പാണ് റെജി ചെറിയാൻ അവിടെ നിന്ന് മാറി ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രതിനിധിയായി ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയൊക്കെ ട്രസ്റ്റൊക്കെ രൂപീകരിച്ചുകൊണ്ട് കുട്ടനാട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഇപ്പുറത്ത് സീറ്റ്, അതായത് തോമസ് കെ തോമസിനെ നിലനിർത്താൻ തന്നെയാണ് സാധ്യത എന്നുള്ളൊരു വിലയിരുത്തൽ വന്നതോടെ ഇപ്പോൾ ജോസഫ് വിഭാഗത്തിന്റെ കൂടെ UDF-ലേക്ക് വന്നു എന്നുള്ള ആക്ഷേപമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നിലനിൽക്കുന്നത്. മറ്റൊന്ന്, രാഷ്ട്രീയ പാരമ്പര്യമോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത, പ്രവർത്തന പരിചയമോ ഇല്ലാത്ത റെജി ചെറിയാന് ഈ സീറ്റ് നൽകുന്നതിനെതിരെ അതൊരു കച്ചവടമാണ് എന്ന്, അതായത് ഒരു പേയ്മെന്റ് സീറ്റാണ് എന്നുള്ള ആരോപണം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു എന്നുള്ളതാണ്. അനിൽ ബോസ് അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ അവർ ഇതിനകത്ത് വ്യക്തമായി അഭിപ്രായം പറയുകയും ചെയ്തു. അതായത് ഈ സീറ്റ് നിർണായകമായ ഒരു മത്സരം നടക്കുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ഇടത്ത് ഇങ്ങനെ ഒരു ആളെ നിർത്തരുത് എന്നുള്ള ഒരു ആവശ്യം കോൺഗ്രസിനകത്ത് വളരെ ശക്തമായുണ്ട്. അതായത് കുട്ടനാട് സീറ്റ് നേരത്തെ കേരള കോൺഗ്രസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം കേരള കോൺഗ്രസിലെ വിവിധ ആളുകൾ വന്നു. എപ്പോഴും ഒരു പരീക്ഷണശാലയാണ് കുട്ടനാട് സീറ്റ് എന്നുള്ളതാണ്. DIC രൂപീകൃതമായ ഘട്ടത്തിൽ DICയിലൂടെ തോമസ് ചാണ്ടി അധികാരത്തിൽ വന്ന ഒരിടം കൂടിയാണ്. പിന്നീട് അത് LDF-ലേക്ക് പോയപ്പോൾ തോമസ് ചാണ്ടി നേരെ അപ്പുറത്തേക്ക് പോയി NCP രൂപീകരിച്ചു. NCPയിലൂടെ അവിടെ സീറ്റ് നിലനിർത്തും. അപ്പോൾ പലപ്പോഴും പല വ്യവസായികളാണ് കുട്ടനാട്ടിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതായത് കുറേ കാലങ്ങളായിട്ട് കുട്ടനാട്ടിൽ ആ രീതിയിലുള്ള ഒരു ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും ആ രീതിയിലുള്ള പ്രവർത്തന പരിചയമുള്ള ആളുകൾ മത്സരിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറിച്ച് ഇത്തരത്തിൽ ഇപ്പോൾ തോമസ് ചാണ്ടി മരണപ്പെട്ടു പോകുമ്പോൾ ഒരു രാഷ്ട്രീയ എക്സ്പീരിയൻസും ഇല്ലാത്ത അദ്ദേഹത്തിന്റെ സഹോദരൻ തോമസ് കെ തോമസ് അവിടെ LDF-ന്റെ പ്രതിനിധിയായി വരികയാണ്. അവിടെ തന്നെ ഇത് തോമസ് ചാണ്ടി ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും ഈ പറഞ്ഞ സാമ്പത്തിക ശേഷിയും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് പ്രധാന കാരണമായി മാറുന്നു എന്നുള്ള
ആക്ഷേപമുണ്ട്. ഇത് രണ്ടിടത്തും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് LDF-നകത്തും UDF-നകത്തും ഇത് നിൽക്കുന്നു. അതിൽ തന്നെ UDF-ൽ കുറച്ചുകൂടി അത് രൂക്ഷമാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വളരെ പെട്ടെന്ന് 3-4 മാസങ്ങൾക്ക് മുമ്പ് വന്ന് കയറിയ ഒരാൾ ഒരു സ്ഥാനാർത്ഥി എന്ന് സ്വയം പ്രഖ്യാപിതനായി ഇവിടെ കുട്ടനാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക്, നേരത്തെ സജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു സൈബർ ആക്രമണത്തിൽ, സൈബർ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ റെജി ചെറിയാന്റെ പുന്നമടയിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ, അദ്ദേഹത്തിന് സ്റ്റാർ ഹോട്ടൽ കേന്ദ്രീകരിച്ച് അവിടെ വലിയ തോതിൽ ഭൂനികത്തൽ ഉണ്ടായിട്ടുണ്ട്. അതായത് സർക്കാർ ഭൂമി കയ്യേറി, ഇപ്പോൾ അവിടെ ഒരു വലിയ പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാർ ഭൂമി കയ്യേറി ആണ് CRZ അടക്കമുള്ള മേഖലയാണത്, പ്രത്യേകിച്ച് പുന്നമട കായലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു നികത്തൽ അടക്കം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടും അതിനെതിരെ ഒരു കളക്ടർ കൃത്യമായി ഇത് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നും അതിൽ നടപടി ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിൽ ഓൺലൈൻ ന്യൂസുകൾ വാർത്തയായി അത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹോട്ടലും ഈ സ്ഥാനാർത്ഥിത്വവും പേയ്മെന്റ് സീറ്റും അത് ആ വാർത്തകൾക്കുള്ളിൽ ചർച്ചയായി വന്നു എന്നുള്ളൊരു ആക്ഷേപം വരുന്നു. അതിന് പിന്നിൽ താനല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനിൽ ബോസ് ഫേസ്ബുക്ക് പോസ്റ്റുമായി വരുന്നത്. അനിൽ ബോസ് പറയുന്നത് ഈ സീറ്റ് ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് അത് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല, കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് താൻ അഭിപ്രായം ഉന്നയിച്ചപ്പോൾ, പരസ്യമായ അഭിപ്രായം പറയാൻ ധൈര്യം കാണിച്ചപ്പോൾ തന്നെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് അനിൽ ബോസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ റെജി ചെറിയാനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള, അദ്ദേഹത്തിന്റെ ഹോട്ടലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആ നിർമ്മാണങ്ങളുടെയും നികത്തലിന്റെയും സ്ക്രീൻഷോട്ടുകൾ അടക്കം, ആ നവമാധ്യമങ്ങൾ വന്ന വാർത്തകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം, ആ ഫോട്ടോസ് അടക്കം വെച്ചിട്ട് അന്നുണ്ടായ സംഭവം യാഥാർത്ഥ്യമാണല്ലോ, അതായത് തനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോഴും ഈ പറഞ്ഞ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്, അത് കഴിഞ്ഞ മീറ്റിംഗിൽ സലാം MLA അതിനകത്ത് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് കളക്ടറോട് ചോദ്യം ഉന്നയിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഒരേ സമയം തനിക്കെതിരെയുള്ള ആക്രമണത്തിനുള്ള പ്രതിരോധം തീർക്കുകയും അതേസമയം റെജി ചെറിയാൻ വന്നിരിക്കുന്ന വഴികൾ ശരിയല്ല എന്ന് പറഞ്ഞു വെക്കുകയും ആ പോസ്റ്റിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ സീറ്റ് ആർക്ക് എന്നുള്ള തീരുമാനങ്ങളോ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ UDF-ൽ കുട്ടനാട് സീറ്റ് ഇപ്പോൾ തന്നെ ചീഞ്ഞു നാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് വലിയ തോതിൽ തന്നെ ശക്തമായ ആക്ഷേപം അവിടുത്തെ ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. അതായത് കുട്ടനാട്ടിലെ പ്രാദേശിക പാർട്ടി പ്രവർത്തകർക്കും UDF-ലെ കോൺഗ്രസിലെ നേതാക്കന്മാർക്കും ഈ താല്പര്യമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അനിൽ ബോസ് ഒക്കെ പ്രത്യക്ഷത്തിൽ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു പിന്തുണയുണ്ട്. പക്ഷേ അപ്പോഴും ജോസഫ് വിഭാഗം അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് അവരല്ല ഈ പേയ്മെന്റ് സീറ്റിൽ പണം വാങ്ങിയിരിക്കുന്നത്, മറിച്ച് ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാണ് എന്നുള്ളൊരു ആരോപണം കൂടി വരുമ്പോൾ ഇതിന് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. സജിത്, അതാണ് ശരണി സൂചിപ്പിച്ചതാണ്. എന്തായാലും ഇരു മുന്നണികളിലും കുട്ടനാട് സീറ്റിൽ ഒരു പേയ്മെന്റ് തർക്കം നിലനിൽക്കുന്നുണ്ട്. അത് UDF-ലെ തർക്കം പുതിയ തലത്തിൽ എന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.